ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പോർക്ക് ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് 2 കിലോ പോർക്കിറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പോർക്കിറച്ചി നന്നാക്കുമ്പോഴുള്ള എളുപ്പത്തിന് വേണ്ടി ഇതൊന്ന് 5 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത ശേഷം നുറുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഷ്ണങ്ങളാക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. പോർക്കിൻ്റെ മൂപ്പ് അനുസരിച്ച് അതിൻ്റെ വേവിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ ഞങ്ങൾ ചട്ടിയിൽ തന്നെ വെച്ച് ഒരു അരമണിക്കൂറോളം വേവിച്ചിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വേവായി വന്നിട്ടുണ്ട്. കണ്ടോ, കൈകൊണ്ട് ഇതുപോലൊന്ന് ഞെക്കി നോക്കുമ്പോൾ നല്ലപോലെ വേവായത് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു 3 വിസിലെങ്കിലും അടിച്ചോളൂ. ഇനി നമുക്ക് ഉലർത്തുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 ഉണക്കമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. പോർക്ക് ഉലർത്തുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇപ്പോൾ തേങ്ങാക്കൊത്ത് കളറൊക്കെ മാറി ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോള നല്ലപോലെ വഴണ്ട് കളറൊക്കെ ഇതുപോലെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാനും നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിറച്ചി കുറേശ്ശെയായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും മസാലയൊക്കെ ഇറച്ചിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോർക്ക് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോർക്കിറച്ചി നല്ല ഡാർക്ക് കളറിൽ നല്ലപോലെ വരണ്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ പോർക്ക് വാങ്ങുമ്പോൾ സ്ഥിരം ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പോർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ എല്ലാ തവണയും പറയുന്ന പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.